സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ ഞായറാഴ്ച മുതൽ വ്യാപകമായി തണുപ്പ് കൂടുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ശീതതരംഗം വീശിയടിക്കുന്ന അന്തരീക്ഷം വരും ദിവസങ്ങളിൽ അനുഭവപ്പെടും. ചില പ്രദേശങ്ങളിൽ അന്തരീക്ഷ താപനില 0 മുതൽ -3 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുമെന്നും പ്രതീക്ഷിക്കുന്നതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്ര വക്താവ് സൂചന നൽകി. തബൂക്ക്, അൽജൌഫ്, വടക്കൻ അതിർത്തികൾ, ഹായിൽ, കിഴക്കൻ പ്രവിശ്യയുടെ വടക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ കനത്ത ശൈത്യാവസ്ഥ സംജാതമാകുന്ന കാറ്റ് അനുഭവപ്പെടുമെന്ന് NCM ഔദ്യോഗിക വക്താവ് ഹുസൈൻ അൽ ഖഹ്താനി പറഞ്ഞു. ഈ പ്രദേശങ്ങളിൽ താപനില 0-ന് താഴെ എത്താൻ സാധ്യതയുള്ളതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ അൽ ഖാസിം, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലേക്കും ശീതതരംഗത്തിന്റെ ആഘാതം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. താപനില 2 ഡിഗ്രി വരെ താഴ്ന്നേക്കാം. കൂടാതെ ശൈത്യബാധിത പ്രദേശങ്ങളിൽ ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ പൊടിക്കാറ്റിനും സാധ്യതയുണ്ട്. മക്ക, മദീന സമീപ പ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിലാകും കാറ്റ്. കേന്ദ്രത്തിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ നിരീക്ഷിക്കണമെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും NCM കൂട്ടിച്ചേർത്തു. ദേശീയ ദിനാഘോഷങ്ങൾക്കായി ബഹ്റൈൻ ഒരുങ്ങുന്നു. ബഹ്റൈന്റെ 53ാമത് ദേശീയ ദിനമാണ് ഡിസംബർ 16-ന് ആഘോഷിക്കുന്നത്. രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ അധികാരമേറ്റതിന്റെ രജത ജൂബിലി വേള കൂടിയാണിത്. രാജ്യത്തെ തെരുവുകളും കെട്ടിടങ്ങളും ദേശീയ ദിനാഘോഷങ്ങൾക്കായി അലങ്കരിച്ചിരിക്കുകയാണ്. പ്രധാന കെട്ടിടങ്ങളിൽ ഹമ്മദ് രാജാവിന്റെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയുടെയും ചിത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. റോഡുകളിലും കെട്ടിടങ്ങളിലും ബഹ്റൈൻ ദേശീയ പതാകയുടെയും രജത ജൂബിലി പതാകയുടെയും നിറങ്ങളിലുള്ള ലൈറ്റുകളും തെളിയിച്ചിട്ടുണ്ട്. അതേസമയം ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സെലിബ്രേറ്റ് ബഹ്റൈൻ, മൊഹറക് നൈറ്റ്സ് എന്നീ പരിപാടികൾ പുരോഗമിക്കുകയാണ്. സ്വദേശികളും വിദേശികളും ധാരാളം പേർ മൊഹറക് നൈറ്റ്സ് പരിപാടിയിലേക്ക് എത്തുന്നുണ്ട്. ബഹ്റൈന്റെ സാംസ്കാരിക തനിമ വെളിവാക്കുന്ന സാംസ്കാരിക പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. പ്രധാന സൂക്കുകളിൽ കച്ചവടവും വർദ്ധിച്ചിട്ടുണ്ട്. ഖത്തറിൽ തണുപ്പ് സീസൺ എത്തിച്ചേർന്ന സാഹചര്യത്തിൽ മുതിർന്ന പൗരന്മാരും പ്രവാസികൾ ഉൾപ്പെടെയുള്ള താമസക്കാരും അവരുടെ കുടുംബാംഗങ്ങളും വാർഷിക ഇൻഫ്ലുവൻസ കുത്തിവയ്പ്പെടുക്കാൻ മുന്നോട്ട് വരണമെന്ന് മുതിർന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. മുതിർന്ന പൗരന്മാർ ഉൾപ്പെടെ ദുർബലരായ ജനവിഭാഗങ്ങൾ ഫ്ലൂ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതിൽ ജാഗ്രത പുലർത്തണമെന്നും ദീർഘകാല പരിചരണം, പുനരധിവാസം, ജെറിയാട്രിക് കെയർ എന്നിവയുടെ ഡെപ്യൂട്ടി ചീഫും ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിലെ റുമൈല ഹോസ്പിറ്റലിന്റെയും ഖത്തർ റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ ഹനാദി ഖാമിസ് അറിയിച്ചു. സൗജന്യ വാക്സിൻ രാജ്യത്തുടനീളമുള്ള 90-ലധികം സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ ഹെൽത്ത് കെയർ കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ഇൻഫ്ലുവൻസ വൈറസിനെതിരെ നിർണായകമായ സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്ന ഈ കുത്തിവയ്പ് എടുക്കുക എന്നത് വളരെ പ്രധാനമാണെന്നും കൂട്ടിച്ചേർത്തു. കുവൈറ്റിൽ അനധികൃത താമസക്കാരെ കണ്ടെത്തി പിടികൂടുന്നതിനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുമായുള്ള സുരക്ഷാ പരിശോധനകൾ കർശനമാക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ഗവർണറേറ്റുകളിലും നടത്തുന്ന സമഗ്ര സുരക്ഷാ ക്യാമ്പയിനുകളുടെ ഭാഗമായി സാൽമിയയിലും കഴിഞ്ഞ ദിവസം പരിശോധനകൾ നടത്തി. പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് അൽ സബാഹിന്റെ സാന്നിധ്യത്തിലും നേരിട്ടുള്ള മേൽനോട്ടത്തിലുമായിരുന്നു സാൽമിയയിലെ സുരക്ഷാ പരിശോധനകൾ. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡുകൾക്ക് ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അബ്ദുള്ള സഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. വീടുകൾക്കകത്തും മറ്റും പരിശോധന നടത്തുന്നതിനായി വനിതാ പോലീസുകാരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നതായി അധികൃതർ അറിയിച്ചു. രാത്രി നടത്തിയ പരിശോധനകളിൽ 2763 ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തി ടിക്കറ്റുകൾ നൽകിയതായി ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ അറിയിച്ചു. 30 പുരുഷന്മാരും 28 സ്ത്രീകളും ഉൾപ്പെടെ 58 പേരെ അറസ്റ്റ് ചെയ്യുകയും 10 വാഹനങ്ങളും പിടിച്ചെടുത്തു. ഇവരിൽ പലരും വിവിധ കേസുകളിലും മറ്റും പോലീസിന് പിടികൊടുക്കാതെ ഒളിച്ചു താമസിക്കുന്നവരായിരുന്നു. വരും ദിവസങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ കൂടുതൽ കർശനമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വിസ, തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്ന പ്രവാസികൾക്ക് നിശ്ചിത തുക പിഴ അടച്ച് രാജ്യത്ത് തുടരുകയോ പിഴ അടയ്ക്കാതെ രാജ്യം വിടുകയോ ചെയ്യുന്നതിനുള്ള അവസരം നൽകിയ പൊതുമാപ്പ് കാലാവധി കഴിഞ്ഞ ശേഷം അനധികൃത പ്രവാസികളെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ കുവൈറ്റ് ഊർജിതമാക്കിയിരുന്നു.
രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് അനധികൃത താമസക്കാരെയാണ് പോലീസ് ഇതിനോടകം നീക്കം ചെയ്തത്. ഇവരെ നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം നാടുകടത്തുന്നതിനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചു വരികയാണ്. ഇവർക്ക് വീണ്ടും കുവൈറ്റിൽ പ്രവേശിക്കുന്നതിന് വിലക്കോടെയായിരിക്കും നാടുകടത്തുന്നത്. ഡിസംബർ 15 ഞായറാഴ്ച താപനില കുറഞ്ഞേക്കുമെന്ന് UAE നാഷണൽ സെന്റർ ഓഫ് മെട്രോളജി വിഭാഗം അറിയിച്ചു. നാഷണൽ സെന്റർ ഓഫ് മെട്രോളജിയുടെ പ്രവചനമനുസരിച്ച് ചില സമയങ്ങളിൽ ഭാഗികമായി മേഘാവൃതമായിരിക്കും. ചില വടക്കൻ പ്രദേശങ്ങളിലും കിഴക്കൻ പ്രദേശങ്ങളിലും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഞായറാഴ്ച ചില സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും രാത്രിയിൽ ഈർപ്പമുള്ള അവസ്ഥ പ്രതീക്ഷിക്കാം. തിങ്കളാഴ്ച രാവിലെ വരെ ഇത് തുടരും. മിതമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റുമുണ്ടാകും. അറേബ്യൻ ഉൾക്കടൽ ചില സമയങ്ങളിൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമനുസരിച്ച് ഞായറാഴ്ച രാത്രി ദുബൈയിൽ കൂടിയ താപനില 25 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. എമിറേറ്റിലെ വ്യവസായ സംരംഭങ്ങൾക്ക് നൽകുന്ന വ്യവസായ സൗഹൃദ ഊർജ്ജ സർട്ടിഫിക്കറ്റിന് 10 വർഷം കാലാവധിയുണ്ടാകുമെന്ന് ദുബൈ ജല വൈദ്യുത വകുപ്പ് മേധാവി സയ്യിദ് മുഹമ്മദ് അൽ ധയാർ അറിയിച്ചു. ദുബൈയിലെ വ്യാവസായിക നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ് വിവിധ സർക്കാർ കാര്യാലയങ്ങൾ വഴി ദീവ നൽകുന്ന ഈ സർട്ടിഫിക്കറ്റ്. ഇതുവരെ 30 വൻകിട കമ്പനികൾ വ്യാവസായിക സൗഹൃദ സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകിയതായും അദ്ദേഹം അറിയിച്ചു. വ്യാവസായിക രംഗത്തെ സ്ഥാപനങ്ങൾ, ആധുനിക കാർഷിക സാങ്കേതിക സ്ഥാപനങ്ങൾ, ഡാറ്റാ സെന്ററുകൾ എന്നിവയ്ക്കാണ് D33യുടെ ഭാഗമായി സർട്ടിഫിക്കറ്റുകൾ അനുവദിക്കുന്നത്. സൗരോർജ്ജ പദ്ധതികളിലൂടെ ദീവയുടെ സംരംഭങ്ങളിൽ ഭാഗമാകുന്ന സ്ഥാപനങ്ങൾക്കാണ് വ്യവസ്ഥകളോടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുക. ഈ കമ്പനികൾക്ക് സാധാരണ വൈദ്യുതി നിരക്കിൽ 25% ഇളവ് ലഭിക്കും. എന്നാൽ താൽക്കാലിക സംരംഭങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാകില്ല. ദുബൈയിൽ ഫ്രീലാൻസ് ജോലികൾ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് മികച്ച ഓഫറുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എക്സ്പോസിറ്റി ദുബൈ. വെറും 3 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ഒരു ഫ്രീലാൻസർ പെർമിറ്റ് വാഗ്ദാനം ചെയ്യുകയാണ് എക്സ്പോസിറ്റി ദുബൈ അതോറിറ്റി. 9,000 ദിർഹത്തിന് 1 വർഷത്തെ ഫ്രീലാൻസ് പെർമിറ്റും പുതിയ തൊഴിൽ വിസയും 16,000 ദിർഹത്തിന് 2 വർഷത്തെ പെർമിറ്റുമാണ് ഓഫർ. കൂടാതെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഫാഷൻ ഡിസൈനർ, കൊറിയോഗ്രാഫർ അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് തുടങ്ങി ഫ്രീലാൻസുകാർക്ക് തിരഞ്ഞെടുക്കാൻ 90-ലധികം പ്രൊഫഷണൽ പ്രവർത്തനങ്ങളും അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്നു. ഫ്രീലാൻസ് പെർമിറ്റിൽ താൽപ്പര്യമുള്ള പ്രൊഫഷണലുകൾക്ക് എക്സ്പോസിറ്റി ദുബൈയിലെ ക്ലയന്റ് റിലേഷൻ സെന്ററിലേക്ക് മെയിൽ ചെയ്ത് ഫ്രീലാൻസ് പെർമിറ്റിന് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ ലെവൽ 2 ECDക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ലയന്റ് റിലേഷൻ സെന്റർ നേരിട്ട് സന്ദർശിക്കാം. 2034 ഫിഫ ലോകകപ്പിന് ആതിഥേയ രാഷ്ട്ര പദവി ലഭിച്ച സൗദി അറേബ്യയെ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അഭിനന്ദിച്ചു. ഫുട്ബോൾ അന്താരാഷ്ട്ര ഭരണ സമിതിയായ ഫിഫ ബുധനാഴ്ച ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയതിനെ തുടർന്നാണ് ദുബൈ ഭരണാധികാരിയുടെ അഭിനന്ദനം.